ഇന്നിപ്പോ വന്നിട്ടുള്ള ഏറ്റവും അവസാനത്തെ ഈ ഗവൺമെന്റിന്റെ സ്റ്റേറ്റ്മെന്റുകളിൽ ഒന്നാണത്. ഓരോ ദിവസവും ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റി ചോദിക്കുന്നവരെ അവരോട് വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഈ പ്രിയദർശിനി ബസ്സിനകത്ത് യാതൊരു പണിയില്ലാത്ത ആളുകൾ ഫ്രീ കിട്ടുമെന്ന് പറഞ്ഞ് പോയി ഇടിച്ചു കയറുന്നു എന്ന് പറഞ്ഞിട്ട് ആളുകളെ അവമാനിച്ചിരിക്കുകയാണ്. ഒരു ജോലിയില്ലാതെ ബസ് കാണുമ്പോൾ കയറിപ്പോന്നു. ഏത് ബസ്സിനകത്തും യാത്ര ചെയ്യാൻ, സ്ത്രീകൾക്ക് യാത്ര ചെയ്യാനായിട്ട് എല്ലാ KSRTC ബസ്സിലും ഞങ്ങൾ അവസരം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നത്. അത് കൊടുക്കാൻ പറ്റുന്ന സ്ഥിതിയേ ഉള്ളൂ എന്നുള്ളത് ഞാൻ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ ഇപ്പോ അത് ആരംഭിച്ചതിന് ശേഷം ഉണ്ടാവുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ പല ബസ്സുകളും പ്രിയദർശിനി എന്നുള്ളത് മാറ്റി അല്ലാതെ തന്നെ ഓർഡിനറി വേറെ തരത്തിൽ മാറ്റുകയാണ്. ബസ്സുകൾ ഒരു ഓർഡിനറി ബസ് ഓടാൻ പറ്റാതായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രബിൾ വന്നാൽ ആ റൂട്ടിൽ പിന്നെ ബസ്സില്ല. ഇങ്ങനെ ബസ്സുകൾ നിർത്തുന്നത് കൂടാതെ സ്ത്രീകളെ അവമാനിക്കുന്നതിനുള്ള ശ്രമം കൂടിയാണ് നടത്തുന്നത്. ഒരു പണിയില്ലാതെ നിങ്ങളൊക്കെ ഇങ്ങനെ ബസ്സിൽ കയറി ഇങ്ങനെ നടക്കുകയാണോ എന്ന് പറയാന്ന് പറഞ്ഞാൽ ഇത് ഒരു വിളിച്ചു വരുത്തി അവമാനിക്കുന്നു എന്ന് പറയുന്നവരത്തിൽ നമ്മൾ പറയും, സദ്യ വിളമ്പിയിട്ട് എന്തിനാണ് നിങ്ങളൊക്കെ ഉണ്ണാൻ വന്നത്, വേറെ എവിടെയും പോയി പൈസ കൊടുത്ത് കഴിച്ചൂടെ എന്ന് പറയുന്ന പോലെ ആളുകളെ അവമാനിക്കുന്ന സ്റ്റേറ്റ്മെന്റാണ് വന്നത്. അതിനൊപ്പമാണ് രണ്ടാമത്തെ കാര്യം നമ്മുടെ ആശുപത്രികളെ പറ്റി പറഞ്ഞത്. സ്കൂളുകളിൽ വലിയ ഫീസ് കൊടുത്ത് കുട്ടികളെ പഠിപ്പിക്കും, സർക്കാർ ആശുപത്രിയിലേക്ക് വന്ന് കടന്നോളും, ഒരു ബെഡും ഇല്ലെങ്കിൽ താഴെ കടന്നോളും. ഇതും ഇതുപോലെ തന്നെയാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് ഇവരുടെ ഒരു മാടമ്പി സ്വഭാവത്തിൽ ഞങ്ങൾ കൊടുക്കുകയാണെന്നുള്ള സമീപനത്തിലാണ്. സർക്കാർ ആശുപത്രിയിൽ ബെഡില്ലെങ്കിൽ ആരെയും കിടത്തണ്ടെന്നൊരു തീരുമാനം നേരത്തെ മന്ത്രി പറഞ്ഞു. അതായത് ബെഡ് എല്ലായിടത്തും ബെഡില്ല, അടിയന്തരമായ രോഗികൾ വന്നാൽ പനി സീസണൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലാതെ അടിയന്തര ചികിത്സയ്ക്ക് വന്നാൽ ആളുകൾ അല്ലാതെ അഡ്മിറ്റ് ചെയ്യും. നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ എത്ര സൗകര്യം ഉണ്ടെങ്കിലും പിന്നെ ആളുകൾ കൂടുതൽ വരും. നല്ല ചെലവേറിയതാണ് ഇന്ന് സ്വകാര്യ ചികിത്സ എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അഡ്മിറ്റ് ചെയ്യേണ്ടത് നേരത്തെ ആരോഗ്യമന്ത്രി മുരളീധരൻ പറഞ്ഞു. ഇപ്പോ അതിനെ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. യാതൊരു കാര്യമില്ലാതിനാണ് നിങ്ങളൊക്കെ ആശുപത്രിയിൽ ഈ സർക്കാർ ആശുപത്രി പോരുന്നത്. പിള്ളേരെ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന ആളുകൾ ഇനി ആശുപത്രി പോകണ്ട എന്ന സർക്കാർ ആശുപത്രി ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നതൊക്കെ ഇവരുടെ മനസ്സ് വ്യക്തമാക്കുന്നതാണ്. ഇതിനൊന്നും പണം ഒരു മേഖലയെ കൊടുക്കുന്നുമില്ല. ഉള്ളതൊക്കെ നിർത്താൻ വേണ്ടി തീരുമാനിക്കുന്നതിന്റെ ഭാഗമാണ്. അങ്ങേയറ്റം ധിക്കാരമാണ് ഇവരെയൊക്കെ നയിക്കുന്നത് എന്നുള്ളതാണ് ഇതിന് വ്യക്തമാകുന്നത്. ഇത് ഒരിടത്തുനിന്നല്ല, മുഖ്യമന്ത്രിയുടെ തന്നെ സമീപനങ്ങളുടെ തുടർച്ച ഇതൊക്കെ. മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്.